നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. ഏവർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വെള്ളറട എന്ന പ്രദേശത്തിൻ്റെ സ്ഥലനാമലബ്ധിയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വെള്ളറട സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു മലയോര പ്രദേശമാണ് വെള്ളറട. ഈ പ്രദേശത്തിന് എങ്ങനെ വെള്ളറട എന്ന പേര് കിട്ടി? ജലസമൃദ്ധിയാണ് പേരിനാധാരം എന്ന് വാദിക്കുന്നവരുണ്ട്. അറയറയായി വെള്ളമുള്ള ഇടം എന്ന വാദത്തെ ഈ നാടിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തായിരിക്കാം വസ്തുത? അത് തേടിയുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ബുദ്ധ ജൈന മത കാലഘട്ടത്തിലേക്കാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ വെള്ളറ പ്രദേശം ഒരു ജൈന കേന്ദ്രമായിരുന്നതായി കരുതുന്നു. ചിതറാലിൻ്റെയും അഗസ്ത്യകൂടത്തിലെ വെള്ളൈമഠത്തിൻ്റെയും സാമീപ്യമായിരിക്കാം വെള്ളറടയെ ഒരു ജൈന സങ്കേതമായി വളർത്തിയത്. വെള്ളറട എന്ന സ്ഥലനാമത്തിൻ്റെ ഉൽപ്പത്തി ജൈന ക്ഷേത്രത്തിൽ നിന്നാണ്. വെള്ളമൂർത്തി ജൈനദേവനാണ്. അക്കാലത്ത് ചെറിയ ക്ഷേത്രങ്ങളെ തെക്കർ അറ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ വെള്ളമൂർത്തിയുടെ ചെറിയ ക്ഷേത്രം വെള്ളറയായി. അമ്പലം സ്ഥിതി ചെയ്തിരുന്ന ഇടം വെള്ളറ ഇടവും പിന്നെ വെള്ളറടയുമായി പരിണമിച്ചു. ഉത്തര മേലൂരിലെ വെള്ളമൂർത്തി ക്ഷേത്രവും തിരുച്ചിറപ്പള്ളിയിലെ വെള്ളറൈ ക്ഷേത്രവുമൊക്കെ ജൈനരുടെ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു എന്ന വസ്തുത ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് ചിന്തിക്കണം. ചിലപ്പതികാരത്തിലും വെള്ളമൂർത്തി ക്ഷേത്രങ്ങളെക്കുറിച്ച് പരാമർശം കാണാം. ഇതൊക്കെയാണെങ്കിലും ജൈനസംബന്ധിയായ യാതൊരു തെളിവും ഇതുവരെ വെള്ളറ പ്രദേശത്തു നിന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ജൈനസംബന്ധിയായ ഒട്ടേറെ സ്ഥലനാമങ്ങൾ വെള്ളറടയുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ചാരണൻ കുഴിയാണ് വെള്ളറടയിലെ ചാരൻകുഴിയായത്. ചാരണൻ ജൈന സന്യാസിയാണ്. ജൈനരുടെ സങ്കേതത്തെ ചാരണത്ത് എന്ന് വിളിച്ചിരുന്നു. ചാരൻകുഴിക്ക് തെക്കും വടക്കുമുള്ള പ്രദേശങ്ങളെ കോട്ടാംവിള എന്നാണ് ഇന്നും വിളിക്കുന്നത്. കോട്ടം എന്ന വാക്കിന് ജൈനക്ഷേത്രം എന്നാണ് അർത്ഥം. ബുദ്ധജൈന മതക്കാർ സംഘം ചേരുന്ന പ്രദേശത്തെ പള്ളി എന്ന് വിളിച്ചിരുന്നു. ചാരൻകുഴിക്കാവിന് അല്പം വടക്ക് മാറി ചെറിയൊരു പ്രദേശം പള്ളിവിളാകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലം അതിനെ പള്ളിവിളാകമാക്കി. മറ്റൊരു പള്ളിയുള്ളത് ഇരിഞ്ഞിനം പള്ളിയാണ്. ഒരു സ്ഥലനാമമായി ഇന്നും അത് അങ്ങനെ അവശേഷിക്കുന്നു. പള്ളി കേന്ദ്രീകരിച്ച് ആതുരാലയങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇവയെ വട്ടം എന്നാണ് വിളിച്ചിരുന്നത്. വട്ടങ്ങൾ പലതും പിന്നീട് സ്ഥലനാമങ്ങളായി മാറി. ചാരൻകുഴിക്ക് സമീപമുള്ള വാതല്ലൂർ വട്ടവും കൂവളച്ചിറ വട്ടവും റവന്യൂ രേഖകളിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. വെള്ളമൂർത്തിയെപ്പോലെ മാണിക്യനും ജൈനദേവനാണ്. കൂവളച്ചിറയിലേക്കുള്ള പാതയ്ക്ക് കിഴക്ക് മാറി ചാരൻകുഴിക്ക് വടക്കായി ചെറിയൊരു പ്രദേശം മണിയൻവിള എന്നും ഇളമണിയൻവിള എന്നും അറിയപ്പെട്ടിരുന്നു. മാണിക്യദേവൻ സമ്മാനിച്ചതാണ് ഈ സ്ഥലനാമങ്ങൾ. ബുദ്ധ ജൈന സങ്കേതങ്ങൾ കോട്ടയ്ക്കുള്ളിലാണ് പ്രവർത്തിച്ചിരുന്നത്. വെള്ളറടയിലെ ചാരൻകുഴി ജൈന സങ്കേതത്തിൽ കോട്ട അവശേഷിക്കുന്നില്ല എങ്കിലും കോട്ട സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രദേശം ഇന്നും ഇഞ്ചി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംഘകാലത്ത് കോട്ടയെ ഇഞ്ചി എന്നാണ് വിളിച്ചിരുന്നത്. ബുദ്ധജൈന മതക്കാർ ക്ഷേത്രങ്ങളെ കല്ല് എന്നും വിളിച്ചിരുന്നു. കോട്ടയ്ക്ക് പുറത്തും ഇവർ കല്ല് സ്ഥാപിച്ചിരുന്നു. പുറംകല്ല് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ക്ഷേത്രവും വട്ടവും പൂങ്കാവനവുമൊക്കെ ഉൾപ്പെട്ട സങ്കേതമായിരുന്നു പുറംകല്ല്. ചാരൻകുഴി കോട്ടയ്ക്ക് പുറത്തും ഒരു പുറംകല്ല് ഉണ്ടായിരുന്നു. കളിയിക്കൽ എന്നാണ് ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത്. കളി എന്ന വാക്കിന് പുറം എന്നും അർത്ഥമുണ്ട്. കളിക്കല്ലായിരിക്കാം കളിയിക്കലായി പരിണമിച്ചത്. ഇവിടെ ഒരു ദേവീക്ഷേത്രം ഇപ്പോഴുമുണ്ട്. ജൈനബന്ധമുള്ള ഒട്ടേറെ സ്ഥലനാമങ്ങൾ ഇനിയും വെള്ളറടയിൽ അവശേഷിക്കുന്നുണ്ട്. അവയെക്കുറിച്ച് പിന്നീട് ചർച്ചയാകാം. മറ്റൊരു സ്ഥലനാമവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.